നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗിരിയേട്ടൻ നല്ലൊരു ഭർത്താവായി മാറിയെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലാന്ന്. ഇപ്പോഴും ഗിരിയേട്ടന്റെ റിമോട്ട് ഭാനുമതി അമ്മയുടെയും സ്വപ്നയുടെയും കയ്യില. അവര് പറയുന്നതിന്റെ അപ്പുറത്ത് ഗിരിയേട്ടൻ ഒരിക്കലും നിൽക്കില്ല. താൻ വെറുതെ അവനെ കുറ്റപ്പെടുത്തല്ലേ മഹിമേ. ഒരു വീട്ടിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അവൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അവന് മാത്രമേ അറിയൂ. പ്രശ്നങ്ങൾ നേരിടുന്നത് ഗിരിയേട്ടന് പുത്തരിയൊന്നും അല്ലല്ലോ. പുറത്ത് നാട്ടുകാരെടുത്ത് വലിയ തന്റെടിയാ നിൽക്കുന്ന ഗിരിയേട്ടൻ വീട്ടിനകത്ത് കയറുമ്പോ മാത്രം എന്താ പൂച്ചക്കുട്ടി പോലെ ആവുന്നേ. അവിടെ ശക്തമായൊരു നിലപാടെടുക്കാൻ ഗിരിയേട്ടന് പറ്റുന്നില്ല. ശബരിമലയ്ക്ക് ഇക്കൊല്ലം പോകുന്നില്ല എന്ന് പറഞ്ഞ ആളാ നിന്ന നിൽപ്പിൽ അഭിപ്രായം മാറ്റിയത്. ശബരിമലയ്ക്ക് പോകാനുള്ള തീരുമാനം ഞാൻ ഒറ്റയ്ക്കെടുത്തതല്ല. മഞ്ജുവിനോട് കൂടി ചർച്ച ചെയ്തിട്ട് ഞാൻ ആ തീരുമാനത്തിലെത്തിയത്. ചേച്ചി ഇതിന് സമ്മതിക്കാതിരിക്കോ? ചേച്ചിയെ കൊണ്ടത് പറയിപ്പിച്ചത് ഭാനുമതിയമ്മ തന്നെയാ. ഭാനുമതിയമ്മയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് അറിയാത്തതുകൊണ്ട് പാവം ചേച്ചി അവര് പറയുന്നതെല്ലാം വിശ്വസിച്ചു. ഭാനുമതി അമ്മയ്ക്ക് ചേച്ചിയോടുള്ള ശത്രുതയെക്കുറിച്ച് ചേച്ചി അറിഞ്ഞിരുന്നെങ്കിൽ ചേച്ചിക്ക് ചതി പറ്റില്ല. പക്ഷേ അതിനെക്കുറിച്ച് ചേച്ചി അറിയിക്കാൻ ഗിരീട്ടൻ സമ്മതിക്കണ്ടേ? എന്ത് ചെയ്തിട്ടും അമ്മയുടെ പ്രതിച്ഛായ കാത്തു സൂക്ഷിക്കണമെന്നേ ഗിരിയേട്ടനുള്ളൂ. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ശബരിമലയ്ക്ക് പോകാനുള്ള കാരണം അമ്മ പറഞ്ഞതുകൊണ്ടല്ല. ഞാൻ എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് പോകാറുള്ളതാ. സംശയമുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്ക്. പണ്ട് അച്ഛന്റെ കൂടെ ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഞാൻ പിന്നീട് ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി.